1930s കാലഘട്ടത്തിൽ നടക്കുന്ന കഥ. വേൾഡ് വാർ 1 വെറ്ററൻസും ട്വിൻ ബ്രദേഴ്സുമായ സ്റ്റാക്കും സ്മോക്കും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവർ അവിടെ എത്തിയത് അവരുടെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പുതിയൊരു ക്ലബ്ബ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടെയാണ്. അവരുടെ പഴയ പരിചയക്കാരെ കണ്ടെത്തിയ ശേഷം അവരുടെ സഹായത്തോടെ ആ ക്ലബ്ബ് അവർ തുടങ്ങുന്നു. പക്ഷേ ക്ലബ്ബ് തുടങ്ങുന്ന അന്ന് രാത്രി അവിടെ ക്ഷണിക്കപ്പെടാതെ ചില വൈറ്റ് ആൾക്കാരെത്തുന്നു. അവർ കറുത്ത വർഗ്ഗക്കാരെ വേട്ടയാടുന്ന ക്ലൂ ക്ലക്സ് ക്ലാനിലെ ആൾക്കാരാകാം എന്ന സംശയം കൊണ്ട് അവർ തിരിച്ചയക്കുന്നു. ആ ക്ഷണിക്കപ്പെടാതെ വന്നവർ പക്ഷേ ക്ലൂ ക്ലക്സ് ക്ലാനിലെ ആൾക്കാരായിരുന്നില്ല. എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് അതിന് പുറകിലുണ്ട്. ആ വിളിക്കപ്പെടാതെ വന്നവർ ആരാണ്? അവർ എന്തിനാണ് ഈ ക്ലബ്ബിൽ അവരെ വേട്ടയാടാൻ വരുന്നത്? എങ്ങനെ ആ ക്ലബ്ബിൽ നിന്ന് ഇവർ രക്ഷപ്പെടും എന്നൊക്കെയാണ് പിന്നീടുള്ള കഥ. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ആക്ഷൻ സിനിമയായ സിന്നേഴ്സ് ആണ്. മൈക്കിൾ ബി ജോർദാനാണ് ഇവിടെ ഡബിൾ റോളിൽ ബ്രദേഴ്സായ സ്റ്റാക്കും സ്മോക്കുമായി വരുന്നത്. ഒറ്റ രാത്രി നടക്കുന്ന ചില ഇവൻറ്റ്സാണ് പറയുന്നത്. അതും സ്പെസിഫിക്കായി പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ പിന്നെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ബിൽഡപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗെറ്റ് ഔട്ട്, അസ്, നോപ്പ് എന്നിങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്ത് ജോർദൻ പീൽ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത സിനിമയാകാം എന്നാണ്. പക്ഷേ അതേപോലെ തന്നെ അത്രയും കിടിലമായിട്ട് ഇവിടെ റയാൻ കൂഗ്ലർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മാർവലിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ട് സിനിമ എടുക്കുമ്പോൾ എത്ര വലിയ ഡിഫറൻസാണ് ഡയറക്ടേഴ്സിൻ്റെ വിഷനിൽ വരുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഗംഭീരം. ഇവിടെ ട്രാപ്പ് ആയതിനു ശേഷം പുറത്തുള്ള ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റിനെ നേരിടാൻ ശ്രമിക്കുന്ന ആ സീക്വൻസൊക്കെ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നല്ല വയലൻസും. മൈക്കിൾ ബി ജോർദൻ്റെ പെർഫോമൻസ് ഇവിടെ എടുത്തു പറയണം. ഇവിടെ രണ്ടുപേരും ഒരേ ലുക്കാണെങ്കിലും ഒരേപോലെ ടഫായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഒരാൾക്ക് അല്പം കോമഡിക് ടച്ച് കൊടുത്തിട്ടുണ്ട്, മറ്റേ ആൾക്ക് ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്കും. അതേപോലെ ക്ലൈമാക്സിൽ ഒരു വെടിക്കെട്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിലെ പുള്ളിയുടെ സ്വാഗൊക്കെ കിടിലുമായിരുന്നു. സപ്പോർട്ടിംഗ് വേഷത്തിൽ വന്ന വിൻമി മൊസാക്കുവിൻ്റെയും മൈൽസ് കാൻഡൻ്റെ പെർഫോമൻസും ഇവിടെ എടുത്തു പറയണം. എസ്പെഷ്യലി മൈൽസ് കാൻഡൻ ഈ സിനിമയുടെ വെറുമൊരു സപ്പോർട്ടിംഗ് ക്യാരക്ടറിൽ നിന്ന് സിനിമയുടെ ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെ ആകുന്നുണ്ട്. എന്ത് ശക്തിയാണ് ഇവർ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് അതിലേക്ക് എത്താനുള്ള ആ ഒരു ബിൽഡപ്പൊക്കെ നന്നായിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ആ ഒരു തീം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 1930s റേഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെ അല്ലെങ്കിൽ വൈറ്റ്സും ബ്ലാക്സും തമ്മിലുള്ള ആ ഒരു റേഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. US ആഫ്രിക്കൻ അമേരിക്കൻ ആൾക്കാരുടെ ലൈഫിൻ്റെയും കൾച്ചറിൻ്റെയും വലിയൊരു പാർട്ടാണ് ഈ ബ്ലൂസ് അല്ലെങ്കിൽ ജാസ് മ്യൂസിക്കൊക്കെ. അത് ഇവിടെ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട് പോയിൻ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് പ്ലോട്ടിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ അടുത്തൊന്നും ഞാൻ മറക്കാൻ പറ്റാത്തൊരു സീക്വൻസ് എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നിയത് ഈ സിനിമയിലാണ്. അത് അമേരിക്കൻ ബ്ലാക്ക് കൾച്ചറിൽ എങ്ങനെയാണ് ബ്ലൂസ് അല്ലെങ്കിൽ ജാസ് മ്യൂസിക്കൊക്കെ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതെങ്ങനെ പിന്നീടുള്ള ജനറേഷൻസിൽ വലിയൊരു സ്വാധീനം ചെലുത്തി എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു സീക്വൻസാണിത്. ഒറ്റ ഷോട്ടിൽ അത് കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പാളിപ്പോകാവുന്നൊരു സീനാണ്. പക്ഷേ ഇവിടെയാണ് റയാൻ കൂഗ്ലർ എന്ന വിഷണറി ഡയറക്ടറിൻ്റെ ആ ഒരു മികവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് ഹൈ എക്സ്പെക്റ്റേഷനിൽ ഈ സിനിമ കാണാൻ പോയാൽ ഡിസപ്പോയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് നല്ല സ്ലോ ആണ്. മറ്റ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും അവരും ഈ ട്വിൻസുമായിട്ടുള്ള ഫ്ലാഷ് ബാക്കൊക്കെ ഡയലോഗ്സിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിലെ ഐമാക്സ് സീക്വൻസുകൾ ഞാൻ വിചാരിച്ചതിനെക്കാട്ട് കുറവായിരുന്നു. ഫുള്ളി ഷോട്ട് ഇൻ ഐമാക്സ് ആയിരുന്നെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് തരാൻ കഴിയുന്നൊരു സിനിമയായിരുന്നു അത്. പക്ഷേ അതിവിടെ ഉണ്ടായില്ല. ആ കാര്യത്തിൽ അല്പം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹെയ്ലി സ്റ്റൈൻഫീൽഡിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു. മാത്രമല്ല ആ ഒരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ട്രെയിലറിൽ കാണിച്ച് ആ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് കളയുന്നുണ്ട്. ഓവറോൾ പറഞ്ഞാൽ മൈക്കിൾ ബി ജോർദനും റയാൻ കൂഗ്ലറും ഒന്നിച്ച ക്രീഡ് ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും വളരെ മികച്ചത് തന്നെയായിരുന്നു. ഇവിടെയും അതിന് മാറ്റമില്ല. സിന്നേഴ്സ് ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വെരി റോ, വെരി ഗ്രാഫിക്. സെക്കൻഡ് ഹാഫിൽ തുടങ്ങി വെക്കുന്ന ആ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് സിനിമയുടെ ക്രെഡിറ്റ്സ് കഴിയുന്നവരെ നമ്മളെ പിടിച്ചിരുത്തും. ഒരു സൂപ്പർ നാച്ചുറൽ ആക്ഷൻ സിനിമ എന്ന നിലയിൽ ഇതൊരു സക്സസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഞാനിത് റെക്കമെൻഡ് ചെയ്യും. തിയേറ്റർ സ്റ്റഫ് തന്നെയാണത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് സിന്നേഴ്സ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.